അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കേവർക്കും സുപരിചിതമായൊരു വാചകമാണ് സ്വതക്ക എന്നത്. പലതരം സ്വതക്കകളുണ്ട്. ഒരാൾ മറ്റൊരാളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു പുഞ്ചിരി അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിനും സ്വതക്ക എന്നു തന്നെയാണ് പ്രവാചകൻ പേരിട്ടത്. മാത്രമല്ല, ഏതൊരാൾ നിർവഹിക്കുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും സ്വതക്കകളാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാകട്ടെ, സുബ്ഹാനല്ലാ എന്ന ദിക്റാകട്ടെ, അൽഹംദുലില്ലാ എന്ന ഹംദാകട്ടെ, ഇതെല്ലാം സ്വതക്കയായി പരിഗണിക്കുന്നത്. എന്നാൽ പൊതുവിൽ സ്വതക്ക അറിയപ്പെടുന്നത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന ദാനധർമ്മങ്ങളാണ്. ഈ ദാനധർമ്മത്തിനും സ്വതക്ക എന്നു തന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അത് നിർബന്ധ സക്കാത്താകട്ടെ, മറ്റ് ഐച്ഛികമായ ദാനധർമ്മങ്ങളാകട്ടെ, അതിന് സ്വതക്ക എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദാനധർമ്മത്തിന് സ്വതക്ക എന്ന് പേര് വരാൻ കാരണമെന്ന് പണ്ഡിത ലോകം വിശദീകരിക്കുന്നത് കാണാം. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് സ്വതക്ക എന്ന വാക്ക് മഅഖൂദും മിന സ്സുദ്ഖ്, സ്സുദ്ഖ് എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായതാണ്. സ്സുദ്ഖ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് അറിയാം, സത്യസന്ധത എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാനും അവൻ്റെ ഇസ്ലാമും സത്യസന്ധമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമായി സ്വതക്ക നിലകൊള്ളുന്നു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നൊരു മുസ്ലിം അവൻ സ്വതക്ക നിർവഹിക്കുന്നത് വലിയ ലക്ഷ്യങ്ങളോടെയാണ്. ഒന്ന്, അവൻ്റെ സഹജീവി അവൻ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ബന്ധവും പറയാനില്ല മനുഷ്യബന്ധമല്ലാതെ. കുടുംബബന്ധമോ രക്തബന്ധമോ ഒന്നും പറയാനില്ലെങ്കിലും ഒരാൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നത് കണ്ടാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ കൊണ്ട്, അവൻ്റെ ഇസ്ലാം കൊണ്ട് വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ സമ്പത്തിൽ നിന്ന് തൻ്റെ സഹോദരന് വേണ്ടി ചെലവഴിക്കാൻ രംഗത്ത് വരുന്നു. അതവൻ്റെ ഈമാനിൻ്റെയും അവൻ്റെ വിശ്വാസത്തിൻ്റെയും ഉറപ്പുകൊണ്ടും സത്യസന്ധത കൊണ്ടുമാണ്. അതുകൊണ്ടാണ് സിദ്ഖിൽ നിന്ന് പിടിക്കപ്പെട്ട വാക്ക് സ്വതക്ക എന്ന വാക്ക് ദാനധർമ്മത്തിനായി വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് എന്ന് പണ്ഡിത ലോകം അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിൻ്റെ സാമ്പത്തിക രംഗത്തെ നിലപാട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ വാചകവും വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും ജീവിതം വഴിമുട്ടിയവനും ഒരു മുസ്ലിമിൻ്റെ സമ്പത്തിൽ, ഒരു മുഅ്മിനിൻ്റെ സമ്പത്തിൽ ഒരു ഓഹരി ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വിശുദ്ധ റമദാൻ ദാനധർമ്മങ്ങളുടെ മാസം കൂടിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ സത്യസന്ധതയുടെ തെളിവായി നിലകൊള്ളുന്ന സ്വതക്ക ഏറ്റവും കൂടുതൽ അവൻ നിർവഹിക്കുന്ന മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായാൽ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു മന്ദമാരുതനെ പോലെ, ഒരു കാറ്റുപോലെ വീശിയടിക്കുമായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനധർമ്മങ്ങൾ കൊണ്ട് ഈ പുണ്യമാസത്തെ ധന്യമാക്കാൻ ഓരോ മനുഷ്യരും എല്ലാ നിലയിലും തയ്യാറാവുക, വലിയ പ്രതിഫലം അതുവഴി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാനും ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.